ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മളെ കിച്ചണിൽ വളരെ ടേസ്റ്റി നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സേമിയയുടെ ഐസ്ക്രീമാണ്. നമ്മൾ പുറമിൽ നിന്ന് വാങ്ങാനൊന്നും പോകേണ്ട, വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈസി മെത്തേഡിൽ നമുക്ക് സേമിയ ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി സേമിയ ഐസ്ക്രീം തയ്യാറാക്കി നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സേമിയയുടെ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാൽ അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള മിശ്രിതം ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 പിസ്ത, 8-10 കാഷ്യൂ നട്ട്സ്, ഒരു 8-10 ബാദാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഈ വകയെല്ലാം നമുക്ക് നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ നട്ട്സ് ക്രഷ് ആയത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരക്കി വെച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ട് കോക്കനട്ടാണ് ഗ്രേറ്റഡ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലൊന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ സേമിയ ഒരു 1/2 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്ത സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അതിൽ വറുക്കാത്തതാണെങ്കിൽ അത് ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാലിലോട്ട് നമ്മുടെ ഈ ഒരു 1/2 കപ്പ് സേമിയ ആഡ് ചെയ്തെടുക്കാം. സേമിയ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈതോരാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ജസ്റ്റ് ഇടയ്ക്കൊന്ന് ആ സേമിയ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ഉടയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. എന്താ നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് ഉടങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മുടെ പാല്, അതായത് നമ്മുടെ സേമിയ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ആണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തിലോട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ നട്ട്സ് എല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ. കൈ തോരാതെ നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ നട്ട്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് നാളികേരം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഹോം മെയ്ഡ് കസ്റ്റർഡ് പൗഡറാണ്, ഞാൻ അതും കൂടെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ട് ആ ഒരു മിശ്രിതം, അതായത് ഓരോ സ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്ന ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ എടുക്കാം കേട്ടോ. പാല് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കസ്റ്റർഡ് പൗഡർ എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബോയിലായി വരട്ടെ. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡറും സേമിയയും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതെല്ലാം മൗളിലോട്ട് ആക്കിയെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് തണുത്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൗളിലോട്ടും നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റ് ചെയ്യുന്ന ബോക്സ് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഐസ്ക്രീം നേരത്തെ നമ്മൾ കഴിച്ചിരുന്ന കുട്ടികളൊക്കെ കഴിച്ച ആ ഒരു ഐസ്ക്രീമിൻ്റെ ഡെപ്പി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതും ഞാൻ ഗ്ലാസ്സസ് ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുൾഫി മോഡൽ ഒക്കെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ നമുക്ക് ഐസ്ക്രീം റെഡിയാക്കാം. ഇതുപോലെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ നമ്മുടെ കുഞ്ഞു ഗ്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസിൻ്റെ അതും കൂടെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയെല്ലാം ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ബോക്സ്, കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സാണ്. അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സിലോട്ട് ഞാൻ ബാക്കി വന്ന സേമിയ നമ്മുടെ പാല് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലിഡിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഗ്ലാസ്സിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ്സിൽ നമുക്ക് സ്റ്റിക്കൊക്കെ കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പോളിത്തീൻ, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ് കിട്ടില്ലേ, ആ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് വശത്ത് നമുക്കൊരു നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിക്കാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു ചെറിയ നൈഫ് വെച്ച് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റിക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം.
സ്റ്റിക്ക് ഇതുപോലെ പതിയെ ഒന്ന് ഇറക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ബോക്സ്, അതായത് ഒരു ഗ്ലാസ്സിൽ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 8 to 9 hours ഉണ്ട്, 8 to 9 hours നമുക്ക് ഫ്രീസറിലോട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ റബ്ബർ ബാൻഡ് എടുത്തു, നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പ് നമ്മൾ വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം റിലീസായി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഐസ്ക്രീം നന്നായിട്ടൊന്ന് ഡീമോൾഡായി കിട്ടിക്കോളും. നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം ഇവിടെ ഡീമോൾഡായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അത് നോക്കിക്കൊള്ളൂ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. അതും നമ്മുടെ സേമിയ ഐസ്ക്രീം. വെറുതെ നമ്മൾ പുറത്ത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കാറില്ലേ? എന്തിനാണ് വെറുതെ വാങ്ങിക്കുന്നത്? പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കിയില്ലേ, ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നേരം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.